കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് മൂന്നാർ ചൊക്കനാട് വട്ടക്കാട്ട് എസ്റ്റേറ്റിലെ കൃഷിയിടത്തിന് സമീപം വാഴ ഭക്ഷിച്ചു നിൽക്കുകയായിരുന്ന പടയപ്പ എന്ന കാട്ടുകൊമ്പനെ വാഹനമിടിച്ച് പ്രകോപിപ്പിക്കാൻ ശ്രമം നടന്നത്. ജീപ്പ് ആനയ്ക്ക് നേരെ ഇടിച്ചു കയറ്റാനും വലിയ ശബ്ദമുള്ള ഹോൺ മുഴക്കി ആനയെ ഭയപ്പെടുത്താനും ശ്രമം നടന്നു. പരിഭ്രാന്തനായ പടയപ്പ ശബ്ദമുണ്ടാക്കിയതല്ലാതെ പ്രത്യാക്രമണത്തിന് മുതിർന്നില്ല. സംഭവം കണ്ടുവന്ന പ്രദേശവാസികൾ ജീപ്പിലുണ്ടായിരുന്നവർക്കെതിരെ തിരിഞ്ഞതോടെ ഇരുകൂട്ടരും തമ്മിൽ വലിയ വാക്കേറ്റമുണ്ടായി. നാട്ടുകാർ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീപ്പ് വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിലുണ്ടായിരുന്നവരെ ഉടൻ കണ്ടെത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയത് ആ വണ്ടിക്കകത്തിരുന്ന് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് 9 പ്രകാരം കേസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. കുഴപ്പക്കാർക്കെതിരെ വനം വകുപ്പ് കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുൻപും പടയപ്പയെ പ്രകോപിപ്പിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. അന്ന് കുറ്റക്കാരായി കണ്ടെത്തിയവർക്കെതിരെ രാഷ്ട്രീയ ഇടപെടൽ മൂലം നടപടി സ്വീകരിക്കാൻ വനം വകുപ്പിനായിരുന്നില്ല. ജനവാസ മേഖലയിൽ തങ്ങാറുണ്ടെങ്കിലും പടയപ്പ നാട്ടുകാരെ ആക്രമിക്കാറില്ല. എന്നാൽ ഇത്തരത്തിൽ പ്രകോപിപ്പിച്ചാൽ ആന മനുഷ്യരെ ആക്രമിച്ചേക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. നന്ദുഷയുണ്ട് തത്സമയം. നന്ദുഷ, പടയപ്പയുടെ കൊമ്പ് കാണുമ്പോഴാണ് നമുക്കെല്ലാം ആദ്യം പേടിയാവുന്നത്. ഇമാതിരി അക്രമം കാണിച്ചവർക്ക് ഈ കൊമ്പ് കണ്ടിട്ടും പേടിയായില്ല എന്ന് മാത്രമല്ല, പടയപ്പ ആള് ഡീസന്റ് ആയതുകൊണ്ട് ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു അല്ലേ? അതെ അതെ, ജീവൻ പോകാതെ അവരവിടുന്ന് രക്ഷപ്പെട്ടത് പടയപ്പയുടെ മാന്യതയെന്ന് വേണമെങ്കിൽ പറയാം മോത്തി. ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ജീപ്പിലെത്തിയൊരു സംഘമാണ് ഈ പടയപ്പയ്ക്ക് നേരെ വാഹനം ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചത്. ഈ സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വട്ടക്കാട്ട് എസ്റ്റേറ്റിന് സമീപവും ലോക്കാട്ട് എസ്റ്റേറ്റിന് സമീപവും ഒക്കെ ചുറ്റിത്തിരിക്കുകയായിരുന്നു പടയപ്പ. കാരണം ഇത് കാട്ടിൽ ഇതിന് പോയി ഭക്ഷണം കണ്ടെത്താനുള്ള ഒരു ശാരീരിക അവസ്ഥയിലല്ല നിലവിലിപ്പോൾ. കാര്യം നല്ല വയസ്സായ ആനയാണ് പടയപ്പ. അതുകൊണ്ട് തന്നെ ഈ ലയങ്ങളിലെ തൊഴിലാളികളുടെ അടുക്കളത്തോട്ടങ്ങളിലെത്തിയാണ് പലപ്പോഴും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഭക്ഷിക്കുന്നത്. അതിപ്പോൾ നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. കാരണം ഇത് മനുഷ്യരെ ഒന്നും ഉപദ്രവിക്കാത്തത് കൊണ്ട് തന്നെ പടയപ്പയെ അങ്ങനെ ഉപദ്രവകാരിയായിട്ടോ അല്ലെങ്കിൽ ഒരു ശല്യക്കാരനായിട്ടോ കാണുന്നവർ ഇപ്പോൾ ആ പ്രദേശത്ത് കുറവാണെന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഇതേ രീതിയിൽ തന്നെ ഒരു അടുക്കളത്തോട്ടത്തിലെത്തി വാഴ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആനയ്ക്ക് നേരെ ജീപ്പ് ഇടിച്ചു കയറ്റാനുള്ള ശ്രമം ഒരു സംഘം ആളുകൾ നടത്തിയത്. ഉടൻ തന്നെ വലിയ എതിർപ്പുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. ഈ ജീപ്പിലുണ്ടായിരുന്നവരുമായി മണിക്കൂറുകൾ നീണ്ട വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായി. അതോടൊപ്പം ഇവർ കാണിച്ച ഈ ക്രൂരത, ആനയ്ക്ക് നേരെ ആനയെ പരിഭ്രാന്തരാക്കാനായി ഇവർ കാണിച്ച ഈ ക്രൂരത ഇവർ മൊബൈലിൽ പകർത്തുകയും അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഈ ജീപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ജീപ്പ് ഇപ്പോൾ നിലവിൽ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. പ്രതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വെറും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രതികൾ പിടിയിലാകുമെന്നാണ് വനംവകുപ്പ് അധികൃതർ നൽകുന്ന സൂചന. നമുക്കറിയാം, ഈ അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ പോലുള്ള മൂന്നാറിനെയും അതുപോലെ തന്നെ ഇടുക്കിയും ഒക്കെ വിറപ്പിച്ച കൊമ്പന്മാരുടെ പട്ടിക എടുത്താൽ അതിൽ ഏറ്റവും സമാധാനശീലനാണ് പടയപ്പ. അധികം ആരെയും അങ്ങനെ ഉപദ്രവിച്ച് കണ്ടിട്ടില്ല. എന്നാൽ റോഡുകളിലും മറ്റും നിൽക്കുന്നതായും വാഹനങ്ങൾ തടസ്സമുണ്ടാക്കുന്നതായും ഒക്കെ തന്നെ അറിയാം. എന്നാൽ ഇത്തരത്തിൽ പടയപ്പയ്ക്ക് നേരെ മനുഷ്യർ വാഹനം ഉപയോഗിച്ച് ആക്രമണം ഉണ്ടാക്കിയാൽ എല്ലാ വാഹനങ്ങളെയും ആക്രമിക്കുന്ന ഒരു തരത്തിലേക്ക് ആന മാറാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരും വനം വകുപ്പും പറയുന്നത്. മുൻപും സമാനമായ രീതിയിൽ പടയപ്പയ്ക്ക് നേരെ പ്രകോപന ശ്രമം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അന്നൊക്കെ അതിൽ പിടിയിലായ പ്രതികളെല്ലാം തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ഉണ്ടായ ഈ കേസിലെങ്കിലും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും മൃഗസ്നേഹികളുടെയും ഒക്കെ തന്നെ ആവശ്യം. നമുക്ക് ആ വീഡിയോ കണ്ടാലറിയാം. ജീപ്പുമായി പാഞ്ഞു ചെല്ലുമ്പോൾ പടയപ്പ ഭയന്ന് നിലവിളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിഹ്നം വിളിക്കുന്നുണ്ട്. അതിന് പകരം അത് തിരിച്ചാക്രമിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീപ്പിലുണ്ടായിരുന്നവർക്കെല്ലാം ഗുരുതരമായ പരുക്കുകൾ സംഭവിക്കുമായിരുന്നു. ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടമായേക്കാമായിരുന്നു. എന്തായാലും മൃഗത്തിനുള്ള വിവേകം പോലും മനുഷ്യനില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്, ചില മനുഷ്യർക്കില്ല എന്നുള്ളതിന് തെളിവാണ് ഇന്ന് മൂന്നാറിൽ നടന്ന ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത് മോത്തി.